ഹലോ ഗായ്സ്, ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ 2 മാസം മുമ്പേ എടുത്തു വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കാരണം ഞാൻ അന്നേ എടുത്തു വെച്ചതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ആദ്യം എഡിറ്റ് ചെയ്യാൻ മടി, പിന്നെ എഡിറ്റ് ചെയ്തപ്പോൾ വോയിസ് കൊടുക്കാൻ മടി, അങ്ങനെ മടിയായി ഇത്രയും നാൾ ഇതെൻ്റെ ഫോണിൽ തന്നെ കിടക്കായിരുന്നു. അവസാനം ഇന്ന് എന്തായാലും ഇട്ടേ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ബട്ടർഫ്ലൈസ്. ആദ്യം ഇതുപോലെ കുറച്ച് ബട്ടർഫ്ലൈസ് വരച്ചെടുക്കണം, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്താലും മതി. ഞാൻ വരയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ഓരോന്നിനും നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. പിൻട്രസ്റ്റിൽ ഞാൻ ഇതുപോലെ കുറേ കണ്ടിട്ടുണ്ട്, അപ്പോഴേ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നെ വിചാരിച്ച് അതിപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോഴല്ല, 2 മാസം മുന്നേ ചെയ്തായിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് കുറേ നാളായി. ഇതുപോലെ തന്നെ എപ്പോഴും ഞാൻ പിൻട്രസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നോക്കുമ്പോൾ ഓരോരോ പുതിയ ഐഡിയാസ് കിട്ടുമ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മാറ്റി സേവ് ചെയ്ത് വയ്ക്കും. പക്ഷേ എന്ത് ചെയ്യാൻ, മടി കാരണം ഒന്നും ചെയ്യില്ല. മടിയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മടി. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നും മടിയൊക്കെ മാറ്റി എന്നും വീഡിയോ ചെയ്യണമെന്നൊക്കെ തോന്നും. ആ തോന്നലുള്ള സമയത്ത് മാത്രമേ അത് തോന്നുള്ളൂ, പിന്നെ ഒന്നും തോന്നില്ല. പിന്നെ ഇനിയും ഇതുപോലെ ഇപ്പോഴും ആ തോന്നലുണ്ട്. ഇതുപോലെ വീണ്ടും എന്നും ഡെയിലി വീഡിയോ ചെയ്യണമെന്ന്. നേരത്തെയൊക്കെ ഞാൻ ഡെയിലി വീഡിയോ ചെയ്യായിരുന്നു, ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് സൂചിയും നൂലും വെച്ച് ഇത് കോർത്തെടുക്കണം. അത് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഇതുപോലെ ഒരു ഐഡിയ വെച്ചങ്ങ് കോർത്തെടുത്താൽ മതി. ഞാനും ഇത് കണ്ടപ്പോൾ ഭയങ്കര ഈസിയാണെന്ന് വിചാരിച്ചത്. പിന്നെ കോർത്ത് വന്നപ്പോൾ അങ്ങോട്ട് ശരിയാവണില്ല. പിന്നെ ഞാനൊന്ന് ആലോചിച്ചൊക്കെ എടുത്ത് സ്വന്തമായിട്ടൊന്ന് കോർത്തെടുത്താണ്. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇത് ഈസിയാണ്. ഒറ്റ പ്രാവശ്യം ചെയ്താൽ അപ്പം പിന്നെ മനസ്സിലാവും നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ അങ്ങ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ ഇതെല്ലാം അങ്ങ് കോർത്തെടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ ഹാങ് ചെയ്തിട്ടാൽ മതി. കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.